അഞ്ജലിയെ എങ്ങനെയും സ്വന്തമാക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച മഹേഷ് അവളുടെ വിവാഹ ദിവസം അവിടെ എത്തി. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മറഞ്ഞു നിന്ന് വീക്ഷിക്കുന്നു. അഞ്ജലിയുടെയും ആകാശിൻ്റെയും വിവാഹദിനം വന്നെത്തി. വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള വിവാഹമണ്ഡപം. അവിടെ ചുവന്ന ലാംഗ അണിഞ്ഞ് രാജകുമാരിയെപ്പോലെ നിന്ന വധു അഞ്ജലി. ഒട്ടും കുറയാതെ തന്നെ ശീതളും ഉണ്ട്. ശീതൾ അവളോട് ചേർന്ന് നിന്നു ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കുമൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും എത്തിത്തുടങ്ങി. വിവാഹത്തിൻ്റെ തലേ ദിവസം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. താലികെട്ട് കുടുംബക്ഷേത്രത്തിൽ വെച്ച് മതിയെന്ന് ആനന്ദ് മേനോൻ്റെ നിർദ്ദേശപ്രകാരം അവർ അങ്ങനെ തന്നെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് കുടുംബക്കാർക്ക് മാത്രമേ പ്രവേശനവുമുള്ളൂ. എല്ലാവർക്കും വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവാഹശേഷം റിസപ്ഷനും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനന്ദ് മേനോൻ ക്ഷേത്രത്തിലെയും മറ്റും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ഉറപ്പുവരുത്തി. എല്ലാവർക്കും ലോകോത്തര നിലവാരമുള്ള ഭക്ഷണവും ഉറപ്പുവരുത്തി. തൻ്റെ മകൻ്റെ കല്യാണം ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആഡംബരമായി തന്നെ നടക്കണമെന്നായിരുന്നു ആനന്ദിൻ്റെയും കുടുംബത്തിൻ്റെയും ആഗ്രഹം. ഓഫ് വൈറ്റ് നിറത്തിലുള്ള ഷെർവാണി അണിഞ്ഞ വരൻ ആകാശ് കണ്ടാൽ ഒരു രാജകുമാരനാണോ എന്ന് തോന്നും വിധം വേദിയിലേക്ക് അഞ്ജലിക്ക് അടുത്തായി വന്നു നിന്നു. ഇരുവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ക്യാമറാമാൻ പറയും വിധമെല്ലാം ഇരുവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടേയിരുന്നു. രാത്രി ഏറെ വൈകിയാണ് തിരക്കൊഴിഞ്ഞത്. ഭക്ഷണശേഷം എല്ലാവരും ഉറങ്ങുവാനായി മുറികളിലേക്ക് പോയി. എല്ലാവരും നേരത്തെ തന്നെ ഉണരണമെന്നും രാവിലെ കുടുംബക്ഷേത്രത്തിലെത്തണമെന്നും നിർദ്ദേശം നൽകിയ ശേഷം സംഗീതയും മുറിയിലേക്ക് പോയി. എന്നാൽ അഞ്ജലിക്ക് ഉറങ്ങാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ആകാശനും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. രണ്ടുപേരും ഫോണെടുത്തു. അഞ്ജലി കുറേ സമയം നോക്കി. ആദ്യം കോൾ വന്നത് അഞ്ജലിയുടെ ഫോണിലേക്കായിരുന്നു. അഞ്ജലി കോൾ അറ്റൻഡ് ചെയ്ത ശേഷം ഒന്നും സംസാരിക്കാൻ പറ്റാതെ മൗനമായി തന്നെയിരുന്നു. കുറേ സമയത്തെ മൗനത്തിന് ശേഷം മൗനം ഭേദിച്ച് ആകാശ് തന്നെ സംസാരിച്ചു തുടങ്ങി. എല്ലാം എത്ര പെട്ടെന്നായിരുന്നു അല്ലേ? നാളെ നമ്മുടെ വിവാഹമാണ്. നിന്നെ കണ്ട നാൾ മുതൽ ഞാൻ സ്വപ്നം കണ്ട ദിവസം. അങ്ങനെ രാത്രി പുലരുവോളം അവർ ഓരോന്നും സംസാരിച്ചു കൊണ്ടേയിരുന്നു. രാവിലെ അഞ്ജലിക്കുള്ള ചായയുമായി സംഗീത വരുമ്പോൾ അഞ്ജലി കസേരയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം തലയിലൊന്ന് മൃദുവായി തലോടി. അപ്പോഴേക്കും അഞ്ജലി ഉണർന്നിരുന്നു. സംഗീതയെ ഒന്ന് നോക്കി അവൾ പുഞ്ചിരിച്ചു. ചായ നൽകിയ ശേഷം വേഗം റെഡിയായി വാ മോളെ എന്ന് പറഞ്ഞു അഞ്ജലി പുറത്തേക്ക് പോയി. അഞ്ജലി ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും അവളെ അണിയിച്ചൊരുക്കാനായി മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ എത്തിയിരുന്നു. ചില്ലി റെഡ് നിറത്തിൽ സ്വർണ്ണം കൊണ്ട് നെയ്തെടുത്ത പട്ടുസാരിയായിരുന്നു അഞ്ജലിയുടെ വേഷം. പ്രത്യേകമായി ഡിസൈൻ ചെയ്തെടുത്ത ലക്ഷങ്ങൾ വില വരുന്ന വിവാഹ വസ്ത്രമായിരുന്നു അഞ്ജലിക്കും ആകാശിനുമായി അവരുടെ ഡിസൈനർ തയ്യാറാക്കി നൽകിയത്. എല്ലാവരും റെഡിയായ ശേഷം വേഗം തന്നെ അവർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ആദ്യം തന്നെ അവർ പ്രത്യേക പൂജ നടത്തി. പൂജാരി വന്ന് താലിമാല ഒരു താലത്തിൽ വാങ്ങി പൂജിക്കാനായി കൊണ്ടുപോയി. മറ്റാർക്കും അനുവാദമില്ലാത്ത അവിടേക്ക് ആകാശും കുടുംബവും എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാൾ സ്ഥാനമുറപ്പിച്ചിരുന്നു. അഞ്ജലിയുടെ ആദ്യ ഭർത്താവായ മഹേഷായിരുന്നു അത്. അങ്ങനെ മുഹൂർത്തത്തിനുള്ള സമയമായി. പൂജിച്ച താലിയുമായി പൂജാരി വിവാഹ ചടങ്ങുകൾ നടത്തുന്നതിനായി അലങ്കരിച്ച വിവാഹ മണ്ഡപത്തിലേക്ക് വന്നു. വരനും വധുവും മണ്ഡപത്തിൽ വന്നിരുന്നു. ചടങ്ങുകൾ തുടങ്ങി. താലി കെട്ടാനായി ആകാശിൻ്റെ കയ്യിലേക്ക് പൂജാരി താലമെടുത്തു നൽകുന്നു. താലത്തിലേക്ക് നോക്കിയ ആകാശും കുടുംബവും ഞെട്ടിപ്പോയി. താലി എവിടെ? ആനന്ദ് മേനോൻ ചോദിച്ചു. താലി ഇവിടെയുണ്ട്. കയ്യിലുള്ള താലി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മിന്നൽ വേഗത്തിൽ അവിടേക്ക് വന്ന മഹേഷ് അഞ്ജലി തൻ്റെ ഭാര്യയാണെന്നും മറ്റൊരാൾക്കും അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നും ഉറക്കെ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഒരു നിമിഷം ഒന്ന് നിശബ്ദരായി. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വീട് വിട്ടിറങ്ങിയതാണിവൾ. മഹേഷ് വീണ്ടും തുടർന്നു. ഇവളെ അന്വേഷിച്ച് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയുമോ? മഹേഷ് അഞ്ജലിയുടെ നേരെ തിരിഞ്ഞു. നിനക്ക് എങ്ങനെയാണ് അഞ്ജലി എന്നോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കാൻ കഴിയുന്നത്? നിന്നെ ഞാൻ പൊന്നുപോലെയല്ലേ നോക്കിയത്? നീ ആഗ്രഹിച്ച പോലെ ഒരു പണക്കാരനല്ലാതിരുന്നതാണോ ഞാൻ ചെയ്ത കുറ്റം? നീ എൻ്റെ താലി അഴിച്ചു വെച്ച് കടന്നു കളയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അഞ്ജലി. നീ എന്നോട് ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കാൻ തയ്യാറായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നീ എൻ്റെ കൂടെ വരണം. മഹേഷ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മഹേഷ് ആനന്ദ് മേനോന് നേരെ തിരിഞ്ഞു പറഞ്ഞു. അഞ്ജലി എൻ്റെ ഭാര്യയാണ്. ദയവായി അവളെ എന്നോടൊപ്പം അയക്കണം. എൻ്റെ ഭാര്യ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. അവളുടെ അറിവുകേട് കൊണ്ട് സംഭവിച്ചു പോയതാണ്. മഹേഷ് അത് പറഞ്ഞു തീരും മുന്നേ കാതടപ്പിക്കും വിധം ശബ്ദത്തിൽ മഹേഷിൻ്റെ മുഖത്തേക്ക് ഒരു അടി വീണിരുന്നു. ഒരു നിമിഷം എല്ലാവരും സ്തബ്ധരായി നിന്നു. അടിയുടെ ആഘാതത്തിൽ മഹേഷ് പിന്നിലേക്കൊന്ന് വേച്ചു പോയിരുന്നു. മഹേഷ് നിലയുറപ്പിച്ച് നേരെ നിന്നപ്പോഴേക്കും കലിതുള്ളി രൗദ്രഭാവത്തിൽ മഹേഷിൻ്റെ അമ്മ പാർവതിയായിരുന്നു മുന്നിൽ നിൽക്കുന്ന പാർവതിയമ്മയെ കണ്ട് മഹേഷ് ഞെട്ടിപ്പോയിരുന്നു. എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ മഹേഷ്, അമ്മേ കണ്ടില്ലേ ഇവൾ അഞ്ജലി എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നതെന്ന് അമ്മ അവളോട് ചോദിക്കമ്മേ. ഇവൾ ഇവരെല്ലാം വഞ്ചിച്ച് ഇവിടെ ജീവിക്കുകയാണമ്മേ. പാർവതി വളരെയധികം ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മയോ? നിനക്കങ്ങനെ ഒരു അമ്മയുള്ളതായിട്ട് ഓർമ്മയുണ്ടോ? നിനക്കൊരിക്കലും അങ്ങനെ വിളിക്കാനുള്ള യോഗ്യതയില്ല. പാർവതി അമ്മ തുടർന്നു.
പാർവതിയമ്മയുടെ കൂടെ അവരുടെ ഭർത്താവ് നാരായണനും ഉണ്ടായിരുന്നു. എവിടെ നിന്റെ രണ്ടാം ഭാര്യ? ഞങ്ങളെ പുറത്താക്കിയതുപോലെ തന്നെ അവൾ നിന്നെയും പുറത്താക്കിയോ? പാർവതിയമ്മ വളരെ പുച്ഛത്തോടെ തന്നെ ചോദിച്ചു. പാർവതിയമ്മയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനാകാതെ മഹേഷ് തലകുനിച്ചു നിന്നു. ഞാനിവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ ദൈവം തന്നെ എനിക്ക് തന്നു. നിന്റെ രണ്ടാം ഭാര്യ ഞങ്ങളെ പുറത്താക്കിയപ്പോൾ മാതാപിതാക്കൾ എവിടെയെന്നെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നീ? എവിടേക്ക് പോകണമെന്നറിയാതെ വിഷമിച്ച ഞങ്ങൾ വൃദ്ധാശ്രമത്തിൽ അഭയം തേടി. ഞങ്ങളെ കണ്ടെത്തിയത് അഞ്ജലി മോളാണ്. ഞങ്ങൾക്ക് വേണ്ട ചികിത്സയും സൗകര്യങ്ങളും ഒക്കെ തന്ന് ഞങ്ങളെ അവൾ സംരക്ഷിച്ചു. അഞ്ജലിയെക്കുറിച്ച് മോശമായ ഒരക്ഷരം നീ ഇനി മിണ്ടരുത്. കള്ളക്കഥകൾ മെനഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാതെ പോയി പണിയെടുത്ത് ജീവിക്കടാ എന്ന് പറഞ്ഞ് അവർ മഹേഷിനെ അവിടെ നിന്നും ആട്ടിയിറക്കി. മഹേഷ് അവിടെ നിന്നും അപമാനിതനായി ഇറങ്ങി. ഒരു നിമിഷം അഞ്ജലിയുടെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. ഒരിക്കൽ ഇതുപോലൊരു വിവാഹവേദിയിൽ അപമാനിതയായി നിന്നപ്പോൾ ദൈവദൂതനെ പോലെ വന്ന് രക്ഷിച്ചയാളാണ് നിങ്ങൾ. പക്ഷേ അവിടെ നിന്നും നരകതുല്യമായ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കാനുള്ള പക്വത അന്ന് എനിക്കുണ്ടായിരുന്നില്ല. കാലം അതിൽ നിന്നും പുറത്തു കടക്കാനുള്ള കരുത്ത് എനിക്ക് നൽകി. എന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികൾ ഇന്നും ഭർത്തൃവീട്ടിൽ ദുരിത ജീവിതം നയിച്ച് കഴിയുന്നുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകണം എന്നതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളെപ്പോലെ മഹേഷുമാർ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഒരു പെൺകുട്ടികൾക്കും സമാധാനമുണ്ടാവില്ല. അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആകാശ് അഞ്ജലിയുടെ അടുത്തേക്ക് വന്നു. മഹേഷ് ഓർക്കുകയായിരുന്നു കീർത്തനെ വിവാഹം ചെയ്യാനായി പോകുമ്പോൾ തന്നെ നിറകണ്ണുകളോടെ ദയനീയമായി നോക്കി നിന്ന അഞ്ജലിയുടെ മുഖം. ഇന്നവൾ ഒരുപാട് മാറിയിരിക്കുന്നു. അല്ല, ജീവിതാനുഭവങ്ങൾ അവളെ മാറ്റിയിരിക്കുന്നു. തൻ്റെ വിവരക്കേട് കൊണ്ട് താൻ എത്ര വലിയൊരു നിധിയാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് മഹേഷ് തിരിച്ചറിയുകയായിരുന്നു. വിവാഹത്തിനുള്ള മുഹൂർത്തം കഴിയാറായി എന്ന് പൂജാരി വിളിച്ചു പറഞ്ഞു. മഹേഷിൻ്റെ കയ്യിലുള്ള താലി ആകാശിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് മഹേഷ് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. അങ്ങനെ എല്ലാവരുടെയും ആശീർവാദത്തോടെ ആകാശ് അഞ്ജലിയുടെ കഴുത്തിൽ താലി ചാർത്തി. പാർവതിയും നാരായണനും ആകാശിൻ്റെ കയ്യിലേക്ക് അഞ്ജലിയെ സ്വന്തം മകളായി കൈപിടിച്ചേൽപ്പിച്ചു. ശേഷം റിസപ്ഷനായി അലങ്കരിച്ച വേദിയിലേക്ക് വധുവിനെയും വരനെയും ആനയിച്ചു. ആശംസകളുമായി ആനന്ദ് മേനോൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സും മറ്റു പ്രമുഖരായ വ്യക്തികളും പങ്കെടുത്തു. അങ്ങനെ ആകാശിൻ്റെയും അഞ്ജലിയുടെയും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിച്ചു. ഇരുവരും പരസ്പരം ആഗ്രഹിച്ചതുപോലെ സന്തോഷകരമായൊരു ജീവിതം അവർക്ക് നയിക്കാൻ കഴിഞ്ഞു. ബിസിനസ്സിലും ജീവിതത്തിലും മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു അവരുടെ ജീവിതം. പെട്ടെന്നൊരു ദിവസം അഞ്ജലി തലചുറ്റി വീഴുന്നു. കണ്ണു തുറന്ന അവൾ ഹോസ്പിറ്റൽ ബെഡിലായിരുന്നു. അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെയായിരുന്നു അവൾ കടന്നുപോയത്. ഏറ്റവും സന്തോഷകരമായ വാർത്തയായിരുന്നു അവൾ കേട്ടത്. എന്ത് കാരണം കൊണ്ടാണോ അവൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത്, അതേ കാരണം തന്നെ ഇന്ന് അവൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിരിക്കുന്നു. അതെ, അഞ്ജലി പ്രഗ്നൻ്റാണ്. അവരുടെ വീട്ടിൽ അതൊരു ആഘോഷം തന്നെയായിരുന്നു. വളരെ വേഗം മാസങ്ങൾ കടന്നുപോയി. ഗർഭാവസ്ഥ പൂർത്തിയായ അഞ്ജലിയെ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എല്ലാവരും ചുറ്റിനും നിന്നവളെ പരിചരിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. വിദഗ്ധരായ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ അഞ്ജലി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആകാശിൻ്റെ കയ്യിലേക്ക് സിസ്റ്റർ കുഞ്ഞിനെ നൽകിയ ശേഷം പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. അവരങ്ങനെ ഒരുപാട് കാലം സന്തോഷത്തോടുകൂടി ജീവിച്ചു. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്തൃവീട്ടിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് മാതൃകയാണ് അഞ്ജലി. അഞ്ജലിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യൂ.